മതേതരത്വത്തിന് തീരാ കളങ്കമായി സംഘപരിവാർ ബാബരി മസ്ജിദ് തകർത്ത ഓർമ്മകൾക്ക് ഇന്ന് 32 ആണ്ട്. ബാബരി മസ്ജിദ് നിലനിൽക്കുന്നത് രാമജന്മഭൂമിയിലാണെന്നത് ഇംഗ്ലീഷുകാർ ഉണ്ടാക്കിയ ഏറ്റവും വലിയ നുണയായിരുന്നു. അവർക്ക് ഹിന്ദു മതപ്രേമമോ പള്ളി പൊളിച്ച് അമ്പലമാക്കണമെന്ന ലക്ഷ്യമോ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ മതസൗഹാർദ്ദം തകർക്കണം, ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയിലെ വിഭവങ്ങൾ കൊള്ളയടിച്ച് സ്വന്തം രാജ്യത്തേക്ക് കടത്താൻ ഇന്ത്യയെ കോളനിയാക്കി നിർത്തൽ ആവശ്യമായിരുന്നു. അതിനുള്ള തന്ത്രമായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ. അതിന്റെ ഭാഗമായിരുന്നു ആ പെരും നുണ. എന്നും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഭിന്നിപ്പിച്ച് നിർത്തുക, അങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി മുസ്ലിം ഭരണകാലത്തെ പറ്റി പല കള്ളക്കഥകളും ചരിത്രരചനയിൽ അവർ കടത്തിക്കൂട്ടി. ബ്രിട്ടീഷ് ചരിത്രകാരനായ ജെയിംസ് മിൽ ഇന്ത്യ ചരിത്രത്തെ ഹിന്ദു മുസ്ലിം ബ്രിട്ടീഷ് എന്ന് വേർതിരിച്ചു. ബ്രിട്ടീഷ് കാലത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒത്താശയോടെ തന്നെ മതപ്രചാരണം നടത്തിയിരുന്നെങ്കിലും ബ്രിട്ടീഷ് കാലഘട്ടത്തെ ക്രിസ്ത്യൻ എന്ന് വിശേഷിപ്പിച്ചില്ല. അത് ബോധപൂർവമായിരുന്നു. മുസ്ലിം ഭരണകാലത്ത് ഹിന്ദുക്കളുടെ ജീവിതം ദുസ്സഹമായിരുന്നെന്ന് വരുത്തി തീർത്ത് ഹിന്ദു മുസ്ലിം മനസ്സുകളെ അകറ്റൽ അവരുടെ നിലനിൽപ്പിന് അനിവാര്യമായിരുന്നു. നിർബന്ധ മതപരിവർത്തനം നടത്തിയവരായും ക്ഷേത്രങ്ങൾ പൊളിച്ചു പള്ളികൾ നിർമ്മിച്ചവരായും ഹിന്ദു ധ്വംസകരായും അവർ മുസ്ലിം ഭരണകാലത്തെ, പ്രത്യേകിച്ചും മുഗൾ ഭരണകാലത്തെ ചിത്രീകരിച്ചു. അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നെങ്കിലും മുസ്ലിങ്ങളോട് അവർക്കുണ്ടായിരുന്ന അടങ്ങാത്ത പ്രതികാര മനസ്ഥിതിയായിരുന്നു അതിന്റെ പിന്നിൽ. 1857 നടന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തൊരുമിച്ച് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് മുസ്ലിം അവസാനത്തെ മുഗൾ ചക്രവർത്തിയുമായ ബഹദൂർ ഷാ ആയിരുന്നു. യുദ്ധത്തിന്റെ അവസാനം ബഹദൂർ ഷായെ ബ്രിട്ടീഷുകാർ ബർമ്മയിലേക്ക് നാടുകടത്തുകയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുട്ടികളെയും വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരന്മാരായാണ് ബ്രിട്ടീഷുകാർക്കെതിരിൽ പൊരുതിയത്. രാംചരൺ ദാസും അമീർ അലിയുമായിരുന്നു ആ പ്രദേശത്തെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും നേതാക്കൾ. 1858 മാർച്ച് 18 അയോധ്യയിലെ ഒരു പുളിമരത്തിൽ അവരെ തൂക്കിലേറ്റിക്കൊന്നു. എന്നിട്ടും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും സാഹോദര്യം തകർക്കാൻ അവർക്കായില്ല. അവർ തൂങ്ങിമരിച്ച പുളിമരം ജനങ്ങൾക്ക് ആരാധ്യ വസ്തുവായി. പുളിമരം ഐക്യത്തിന്റെ പ്രതീകമായപ്പോൾ പുളിമരം ബ്രിട്ടീഷുകാർ മുറിച്ചു. എന്നിട്ടും ഭിന്നിക്കാത്ത ജനതയെ ശത്രുക്കളാക്കാൻ അവരെ എന്നും പരസ്പര വിരോധികളാക്കുന്ന രീതിയിൽ ചരിത്രത്തിൽ ക്രൂരമായ കൈക്കടത്തലുകൾ നടത്തി. ബ്രിട്ടീഷ് ഓഫീസറായ HR നെവിൻ ഫൈസാബാദ് ജില്ലാ ഗസറ്റിൽ ഇങ്ങനെ എഴുതി: AD 1528 ബാബർ അയോധ്യയിലെത്തി ഒരാഴ്ച താമസിച്ചു. രാമജന്മഭൂമിയിലെ പുരാതന ക്ഷേത്രം അദ്ദേഹം തകർത്തു. ആ സ്ഥലത്ത് ഒരു പള്ളി പണിതു. ബാബരി മസ്ജിദ് എന്നാണ് അതറിയപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റു ഇങ്ങനെ എഴുതി: 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന വ്യക്തമായ നയത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ സാമ്രാജ്യം ഭദ്രമാക്കി. നുണയിൽ നിന്ന് അനേകം നുണകൾ സംഘപരിവാർ ഇന്ന് പടച്ചുണ്ടാക്കുന്നു. സംബാലിലെ ഷാഹി മസ്ജിദ്, അജ്മീർ ദർഗ വരെ അതെത്തി നിൽക്കുന്നു.